നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദുരന്തർ സിനിമ ഇപ്പോൾ വളരെ വിജയകരമായി തന്നെ തിയേറ്ററുകളിലൊക്കെ പ്രദർശനം തുടരുകയാണ്. പലതരത്തിൽ സിനിമയെ അനുകൂലിക്കുന്നവരുമുണ്ട്, എന്നാൽ ഇതൊരു പ്രൊപ്പഗണ്ട സിനിമയാണ് എന്ന് പറഞ്ഞ് അതിനെ വിമർശിക്കുന്നവരും ഒരു കൂട്ടത്തിലുണ്ട്. എന്തായാലും സിനിമ കണ്ടിട്ടുള്ള കുറച്ചു പേർക്കെങ്കിലും ഒരു കാര്യം മനസ്സിലായി കാണും, എങ്ങനെയാണ് ഇത്തരത്തിൽ ചാരന്മാർ മറ്റുള്ള രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നതും നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ള പല ഭീകര പ്രവർത്തനങ്ങളുടെയും നീക്കങ്ങൾ നമുക്ക് തച്ചുടയ്ക്കാനായിട്ട് സാധിച്ചതും ഇപ്പോഴും നമ്മുടെയൊക്കെ തന്നെ പല ചാരന്മാരും അവരുടെ ജീവൻ പോലും പണയം വെച്ച് ഈ പാകിസ്ഥാൻ്റെ പല ഭീകര സ്ഥലങ്ങളിലും പ്രവർത്തിക്കുന്നത് കൊണ്ടൊക്കെ തന്നെയാണ്. ഇപ്പോഴിതാ ഗാസിയാബാദ്, ഉത്തർപ്രദേശിൽ നിന്ന് വരുന്ന വാർത്തകളും ഇത്തരത്തിൽ പാകിസ്ഥാൻ ഭീകരബന്ധത്തെക്കുറിച്ചുള്ളതാണ്. ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന പാകിസ്ഥാൻ ബന്ധമുള്ള വൻ ചാര ശൃംഖലയെ തകർത്ത പോലീസ്. കേസുമായി ബന്ധപ്പെട്ട് 8 പേരെ കൂടി അറസ്റ്റ് ചെയ്തതോടെ പിടിയിലായ പ്രതികളുടെ എണ്ണം 22ആയി ഉയർന്നു. ഇന്ത്യയിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുക എന്ന ലക്ഷ്യത്തോടെ പാകിസ്ഥാനിലുള്ള ഭീകരരുടെ നിർദ്ദേശപ്രകാരം യുപിയിലെത്തിയതാണ് ഇവർ. സമീപകാലത്തെ ഏറ്റവും ഗുരുതരമായ ചാരവൃത്തി കേസുകളിൽ ഒന്നാണ് ഇത്. സംശയാസ്പദമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു കൂട്ടം യുവാക്കളുടെ ചിത്രങ്ങളാണ് ഇവയെന്ന് സംശയിച്ച ഇന്റലിജൻസ് ബ്യൂറോയുടെ കൂടുതൽ അന്വേഷണങ്ങളിൽ നിന്നാണ് അതിർത്തി കടന്നുള്ള പാകിസ്ഥാനിലെ ഭീകരരുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന സംഘടിത പ്രവർത്തനമാണ് ഇതെന്ന് മനസ്സിലായത്. ഒരു പെട്രോൾ പമ്പിന് സമീപം പഞ്ചർ ഒട്ടിക്കുന്ന കടയുടെ മറവിലായിരുന്നു ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. സാങ്കേതിക വിദ്യയിൽ അറിവുള്ള യുവാക്കളെ ചാരപ്രവർത്തനത്തിനായി റിക്രൂട്ട് ചെയ്യുന്നതിൽ നൌഷാദ് അലി പ്രധാന പങ്ക് വഹിച്ചിരുന്നു എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. മൊബൈൽ റിപ്പയറിംഗ്, കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യൽ, CCTV ഇൻസ്റ്റാളേഷൻ എന്നിവയിൽ വൈദഗ്ധ്യമുള്ളവരെയാണ് ഇയാൾ സംഘത്തിലേക്ക് ആകർഷിച്ചിരുന്നത്. കൊൽക്കത്തയിൽ നിന്നാണ് ഇയാളെ ഈ ശൃംഖലയുടെ ഭാഗമായി ഫരീദാബാദിലേക്ക് എത്തിച്ചത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന യുവാക്കളെ പണം നൽകി പ്രലോഭിപ്പിച്ചാണ് അതിർത്തി കടന്നുള്ള ചാരപ്രവർത്തനത്തിന് ഉപയോഗിച്ചിരുന്നത്. റെയിൽവേ സ്റ്റേഷനുകൾ, സൈനിക കേന്ദ്രങ്ങൾ തുടങ്ങിയ തന്ത്രപ്രധാനമായ ഇടങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളും മെസ്സേജിംഗ് ആപ്പുകൾ വഴി പാകിസ്ഥാനിലേക്ക് കൈമാറുകയായിരുന്നു ഇവരുടെ പ്രധാന രീതി. ഓരോ ചിത്രത്തിനും വീഡിയോയ്ക്കും നിശ്ചിത തുക പ്രതിഫലമായി നൽകിയിരുന്നു. സംശയം ഒഴിവാക്കാൻ സ്ത്രീകളെയും ഈ സംഘത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. മാർച്ച് 14-ന് സൊഹൈൽ, മാലിക്, സനെ, ഇറം എന്നിവരുൾപ്പെടെയുള്ള 6 പേരെ അറസ്റ്റ് ചെയ്തതോടെയാണ് ഈ വൻ ഗൂഢാലോചനയുടെ ചുരുളഴിഞ്ഞത്. ഡൽഹി, സോണിപത്ത് തുടങ്ങി റെയിൽവേ സ്റ്റേഷനുകളിൽ തന്ത്രപ്രധാനമായ ഇടങ്ങളിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ച് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ പാകിസ്ഥാനിലേക്ക് എത്തിക്കാനും ഇവർ പദ്ധതിയിട്ടിരുന്നു. സൈനിക നീക്കങ്ങളും തന്ത്രപ്രധാനമായ വിവരങ്ങളും അതിർത്തി കടന്ന് നിരീക്ഷിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഡൽഹി മുതൽ കാശ്മീർ വരെയുള്ള വിവിധ ഇടങ്ങളിലേക്ക് ഈ ശൃംഖല വ്യാപിപ്പിക്കാൻ ഇവർക്ക് പദ്ധതിയും ഉണ്ടായിരുന്നു. ഒരു പോലീസ് കോൺസ്റ്റബിളിന് തോന്നിയ സംശയമാണ് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഈ വലിയ ചാരസംഘത്തെ വെളിച്ചത്ത് കൊണ്ടുവന്നത്. പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾക്കായി അയച്ചു. സ്വന്തമായി CCTV സ്ഥാപിച്ചായിരുന്നു ചാരവൃത്തി. ഡൽഹിയിലും UPയിലും സൈനിക കേന്ദ്രങ്ങൾക്ക് സമീപം CCTVകൾ സ്ഥാപിച്ചു. ഡൽഹി കന്റോൺമെന്റ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും CCTV കണ്ടെത്തി. UP പോലീസ് നടത്തിയ ആദ്യ അന്വേഷണത്തിൽ 5 പുരുഷന്മാരും 1 സ്ത്രീയും അടങ്ങുന്ന 6 പ്രതികളെ അറസ്റ്റ് ചെയ്തു. അവരുടെ ഫോണുകളിൽ രാജ്യസുരക്ഷയെ തകർക്കാൻ പോന്ന സുപ്രധാന വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യൻ സൈന്യവുമായി ബന്ധപ്പെട്ട നിരവധി ഇൻസ്റ്റാളേഷനുകളാൽ നിറഞ്ഞ ഗാലറിയിൽ നിരവധി വീഡിയോകൾ, ഫോട്ടോഗ്രാഫുകൾ, ലൊക്കേഷൻ ടാഗുകൾ എന്നിവയുണ്ടായിരുന്നു. പാകിസ്ഥാന്റെ ചാരപ്രവർത്തനത്തിന് പോകുന്നതായിരുന്നു ഈ സുപ്രധാന തെളിവുകൾ. ക്രൈം ബ്രാഞ്ച്, സൈബർ ക്രൈം, ഇന്റലിജൻസ്, SWAT എന്നിവയിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ഇന്ദിരാപുരം പോലീസ് ഒരു പ്രത്യേക അന്വേഷണ സംഘം ഉടൻ രൂപീകരിച്ചു. മാർച്ച് 17-ന് അറസ്റ്റിലായ പ്രതികളുടെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചതോടെ പാകിസ്ഥാനിൽ നിന്ന് പ്രവർത്തിക്കുന്ന സുഹൈൽ, മാലിക്, നൌഷാദ് അലി, സമീർ എന്ന ഷൂട്ടർ എന്നിവരുടെ നിർദ്ദേശപ്രകാരമാണ് 22 പേരും രാജ്യത്തെ സുപ്രധാന കേന്ദ്രങ്ങൾ ഒറ്റിക്കൊടുത്തുകൊണ്ടിരുന്നത് എന്ന് തിരിച്ചറിഞ്ഞു. സോഷ്യൽ മീഡിയയിലൂടെയും എൻക്രിപ്റ്റ് ചെയ്ത മെസ്സേജിംഗ് ആപ്പുകളിലൂടെയുമാണ് അവരുടെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചത്. ഏത് റെയിൽവേ സ്റ്റേഷനുകൾ ചിത്രീകരിക്കണം,
ഏത് ചുറ്റളവുകൾ മാപ്പ് ചെയ്യണം, ഏത് കോണുകൾ ചിത്രീകരിക്കണം, എപ്പോഴാണ് അവ എക്കേണ്ടത് തുടങ്ങി എല്ലാത്തിനും പ്രത്യേക നിർദ്ദേശങ്ങൾ അയച്ചിരുന്നതായും SIT ഉദ്യോഗസ്ഥർ കണ്ടെത്തി. ഇത്തരമൊരു ദേശവിരുദ്ധ പ്രവർത്തനത്തിന് 5000 രൂപ മുതൽ 20,000 രൂപ വരെയാണ് പ്രതിഫലം. ഈ പണത്തിൽ ആകൃഷ്ടരായി മുന്നോട്ട് വന്ന ദരിദ്ര യുവാക്കളെയാണ് ഈ ഭീകര ഗ്രൂപ്പ് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചു വന്നത്. അറസ്റ്റിലായ 6 പ്രതികളിൽ 4 പേർ മുമ്പ് ജമ്മു കാശ്മീരിലെ പുൽവാമയിലേക്ക് യാത്ര ചെയ്യുകയും അവിടെ വെച്ച് പാകിസ്ഥാനിലേക്ക് രഹസ്യ വിവരങ്ങൾ അയക്കുകയും ചെയ്തിരുന്നു. ജമ്മു കാശ്മീരിൽ 2ാമത്തെ വലിയ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായിരുന്നു ഈ ശൃംഖല എന്നാണ് പഴുതടച്ച ഈ അന്വേഷണം വ്യക്തമാക്കുന്നത്. ഇന്ത്യക്കെതിരെയുള്ള വരാനിരിക്കുന്ന വൻ ആക്രമണത്തിന് മുമ്പേയുള്ള ഒരു രഹസ്യാന്വേഷണം കൂടിയാണ് ഇപ്പോൾ UP പോലീസ് തകർത്തിരുന്നത്. പാകിസ്ഥാനിലേക്ക് നേരിട്ട് തത്സമയ വിവരങ്ങൾ നൽകുന്നതിനും സൈനിക നീക്കങ്ങൾ ചോർത്തുന്നതിനുമായി ഡൽഹി ജമ്മു റെയിൽവേ ഇടനാഴിയിൽ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന CCTV ക്യാമറകൾ സ്ഥാപിക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു ഈ ചാരസംഘം. ഇതിനായി ഡൽഹി കന്റോൺമെന്റിലും ഹരിയാനയിലെ സോണിപ്പത്തിലും ഓരോ ക്യാമറകൾ പ്രവർത്തനക്ഷമമാക്കിയിരുന്നു. അവ ഇപ്പോൾ ഫോറൻസിക് സംഘങ്ങൾ വിശകലനം ചെയ്യുകയാണ്. ഇതൊന്നും കൂടാതെ ഇന്ത്യയിലെമ്പാടും ഏകദേശം 50ഓളം ഇൻസ്റ്റാളേഷനുകളുടെ ഒരു വലിയ ലക്ഷ്യവും ഇവർക്കുണ്ടായിരുന്നതായി കണ്ടെത്തി. ഈ ചാരശൃംഖല ഇതെല്ലാം വിജയകരമായി നടപ്പാക്കിയിരുന്നുവെങ്കിൽ ഇന്ത്യൻ സൈനിക നീക്കങ്ങൾ തുടർച്ചയായി പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഒപ്പിയെടുക്കുമായിരുന്നുവെന്നും അന്വേഷക സംഘം വിലയിരുത്തുന്നു. തങ്ങളെടുത്ത തന്ത്രപ്രധാനമായ ഫോട്ടോകൾ, വീഡിയോകൾ, GPS ഡാറ്റ എന്നിവയുടെ നേരിട്ടുള്ള സംരക്ഷണത്തിനായി ഇവർ വിദേശ നിയന്ത്രിത മൊബൈൽ ആപ്ലിക്കേഷനാണ് ഉപയോഗിച്ചത്. ഇവർക്കായുള്ള ഓൺലൈൻ പരിശീലന മൊഡ്യൂളുകളും വിദേശത്തു നിന്നാണ് വന്നത്. 450-ലധികം ഫയലുകൾ പാകിസ്ഥാനിലേക്ക് തിരിച്ചയച്ചതായും അന്വേഷണ സംഘം പറഞ്ഞു. മൊബൈൽ റിപ്പയർ ഷോപ്പുകളിൽ ജോലി ചെയ്യുന്നവർ, CCTV ജോലി ചെയ്യുന്നവർ, അടിസ്ഥാന നെറ്റ്വർക്കിംഗ് വൈദഗ്ധ്യമുള്ളവർ തുടങ്ങി സാങ്കേതിക വൈദഗ്ധ്യമുള്ള യുവാക്കളെ കേന്ദ്രീകരിച്ചായിരുന്നു റിക്രൂട്ട്മെന്റ്. സാമ്പത്തികമായി ദുർബലരായ യുവാക്കളെയാണ് കൂടുതൽ റിക്രൂട്ട് ചെയ്തത്. ഇതിൽ സംശയങ്ങൾ ഉണ്ടാകാതിരിക്കാനായി സ്ത്രീകളെയും പ്രായപൂർത്തിയാകാത്തവരെയും ഉൾപ്പെടുത്തി പാക് ഭീകരർ റിക്രൂട്ട്മെന്റ് നടത്തി. ഇതിൽ മുഖ്യ റിക്രൂട്ടർമാരിൽ ഒരാൾ ഇറാം എന്നറിയപ്പെടുന്ന മഹാഖാണെന്ന് തിരിച്ചറിഞ്ഞു. OTP സിം വിതരണ റാക്കറ്റ് അന്വേഷിക്കാൻ പശ്ചാത്തലത്തിൽ ഒരു സമാന്തര പ്രവർത്തനം ആരംഭിച്ചു. പ്രതികൾ ഇന്ത്യൻ OTPകൾ വിദേശത്തേക്ക് കൈമാറി. ഇത് വിദേശികളെ ഇന്ത്യൻ നമ്പറുകൾ ഉപയോഗിച്ച് വാട്സപ്പ്, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ തുടങ്ങിയവ പ്രവർത്തിപ്പിക്കാൻ സഹായിച്ചു. ഇത്തരം ഇടപാടുകൾക്ക് 500 രൂപ മുതൽ 5000 രൂപ വരെയാണ് ഇവർ ഈടാക്കിയത്. തട്ടിപ്പ്, വഞ്ചന, വ്യാജ ID-കൾ, ഏജന്റുമാർ വഴി മുൻകൂട്ടി സജീവമാക്കിയ സിമ്മുകൾ എന്നിങ്ങനെ പരസ്പരം മാറ്റാവുന്ന രീതിയിൽ തന്ത്രപരമായാണ് ഈ സിം ഏറ്റെടുക്കൽ നിർമ്മിച്ചത്. UPI വഴി കൈമാറ്റം ചെയ്ത പണം വ്യക്തിഗത അക്കൗണ്ടുകൾ ഒഴിവാക്കി ജനസേവാ കേന്ദ്രങ്ങളിലൂടെയും ചെറിയ കടകളിലൂടെയും ഈ ഫണ്ട് വഴി തിരിച്ചുവിടുകയായിരുന്നു. ഇങ്ങനെ ചെയ്തതിലൂടെ ഈ ചാരശൃംഖലയ്ക്ക് വന്ന പണത്തെക്കുറിച്ചുള്ള സംശയാസ്പദമായ അന്വേഷണങ്ങൾ കുറയുന്നത് ഈ സംഘം ഉറപ്പാക്കി. മാർച്ച് 20-ന് 5 പ്രായപൂർത്തിയാകാത്തവർ ഉൾപ്പെടെ 9 പേരെ കൂടി SIT അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തു. ഈ സംഘത്തിന് ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര, നേപ്പാൾ എന്നിവിടങ്ങളിലും ബന്ധമുണ്ടായിരുന്നു. അതായത് വലിയൊരു റാക്കറ്റ് തന്നെയായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ആ ഭീകര ശൃംഖലയെ തകർക്കാനായിട്ട് കൃത്യമായിട്ട് നമ്മുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ ഇന്ത്യൻ പോലീസ് നമ്മുടെ രാജ്യത്തിന് അത് തകർക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തെ പല അതീവ രഹസ്യങ്ങളും ഇത്തരത്തിൽ വിദേശത്തേക്ക് കൈമാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ഭീകരർ ചെയ്തുകൊണ്ടിരുന്നത്.